മന്ത്രിസഭയിലെ പുതിയ ഗതാഗത മന്ത്രിയെ കുട്ടനാട് എംഎൽഎ തോമസ് ചാണ്ടി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്ഭവനിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ജസ്റ്റിസ് പി സദാശിവം സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. 3:55 ദേശീയഗാനത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. നിയുക്ത മന്ത്രിയെ ചീഫ് സെക്രട്ടറി വേദിയിലേക്ക് ക്ഷണിച്ചു. തുടർന്ന് ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തോമസ് ചാണ്ടിയായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും. മലയാളത്തിൽ ദൈവനാമത്തിലായിരുന്നു തോമസ് ചാണ്ടി സത്യവാചകം ചൊല്ലിയത്. തുടർന്ന് ഗവർണറും മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിക്ക് ബൊക്കെ കൈമാറി. രാജ്ഭവനിൽ പുതിയ മന്ത്രിക്ക് ഗവർണർ വിരുന്ന് നൽകി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറ്റ് പ്രമുഖരും വിരുന്ന് സൽക്കാരത്തിൽ പങ്കുചേർന്നു. പിന്നീട് ഔദ്യോഗിക വാഹനത്തിൽ സെക്രട്ടേറിയറ്റിൽ എത്തി ചുമതല ഏറ്റെടുത്തു. നഷ്ടത്തിലുള്ള KSRTCയെ ലാഭത്തിലെത്തിക്കുക എന്നത് തന്റെ ദൗത്യമായി കാണുന്നുവെന്ന് ഗതാഗത മന്ത്രി പറഞ്ഞു. ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് ഒരുപാട് പോരായ്മകളുണ്ട്. ആ സ്ഥാപനം തന്നെ വലിയ നഷ്ടത്തിലാണ് ഓടുന്നത്. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ അതിനെ കരകയറ്റാം, എവിടെയാണ് പോരായ്മകൾ? സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിക്കുന്നതിനായി മന്ത്രിയുടെ മണ്ഡലത്തിൽ നടക്കമുള്ള പ്രവർത്തകർ രാജ്ഭവനിൽ എത്തിയിരുന്നു. NCP ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് തോമസ് ചാണ്ടി. ഫോൺ വിവാദത്തെ തുടർന്ന് AK ശശീന്ദ്രൻ രാജിവെച്ച ഒഴിവിലാണ് തോമസ് ചാണ്ടി മന്ത്രിപദവിയിൽ എത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മധ്യപ്രദേശ് ഉപതെരഞ്ഞെടുപ്പിനായി സജ്ജീകരണ വ്യാപക ക്രമക്കേട് ഏത് ബട്ടൺ അമർത്തിയാലും BJP സ്ഥാനാർത്ഥിക്ക് വോട്ട്. മധ്യപ്രദേശ് ചീഫ് ഇലക്ടറൽ ഓഫീസർ സലിന സിംഗിന്റെ നേതൃത്വത്തിലുള്ള പരിശോധനയിലാണ് പ്രശ്നം കണ്ടെത്തിയത്. ഗൗരവകരമായ പ്രശ്നമെന്ന് കെജ്രിവാൾ പ്രതികരിച്ചു. ഏപ്രിൽ 9 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മധ്യപ്രദേശിൽ സജ്ജീകരിച്ച വോട്ടിംഗ് മെഷീനിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. വോട്ടിംഗ് മെഷീനിൽ VVPAT മെഷീൻ ഘടിപ്പിച്ച് നടത്തിയ പരിശോധനയിലാണ് ഗുരുതര പ്രശ്നം കണ്ടത്. മധ്യപ്രദേശ് ചീഫ് ഇലക്ടറൽ ഓഫീസർ സലിന സിംഗിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. മെഷീനിൽ 1ാമത്തെ ബട്ടൺ അമർത്തിയപ്പോഴും 4ാമത്തെ ബട്ടൺ അമർത്തിയപ്പോഴും VVPAT മെഷീനിലെ പേപ്പർ റിസിപ്റ്റിൽ BJP സ്ഥാനാർത്ഥിക്കാണ് വോട്ട് രേഖപ്പെടുത്തിയത്. എന്നാൽ മെഷീൻ പൂർണ്ണ സജ്ജമല്ലാത്തതിനാൽ ഉണ്ടായ പിഴവാണെന്നും വാർത്ത റിപ്പോർട്ട് ചെയ്യരുതെന്നും ചീഫ് ഇലക്ടറൽ ഓഫീസർ സലിന സിംഗ് പറഞ്ഞു. കൂടുതൽ വോട്ടിംഗ് മെഷീനുകളിൽ പരിശോധന നടത്താതെ ഇലക്ടറൽ ഓഫീസർ മടങ്ങുകയും ചെയ്തു. മെഷീനിൽ ക്രമക്കേട് കണ്ടെത്തിയ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു. നേരത്തെ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് ആരോപിച്ച് മായാവതിയും അരവിന്ദ് കെജ്രിവാളും രംഗത്തെത്തിയിരുന്നു. വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് കണ്ടെത്തിയത് ഗൗരവകരമെന്ന് അരവിന്ദ് കെജ്രിവാളും കോൺഗ്രസും ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. SLC ചോദ്യപേപ്പർ വിവാദത്തിൽ സർക്കാർ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. വിശദാംശങ്ങളുമായി ഷീജ ചേരുന്നു. ഷീജ, ഏത് രീതിയിലുള്ള അന്വേഷണം ഏതൊക്കെ കാര്യങ്ങളായിരിക്കും പ്രഥമമായി പരിഗണിക്കുക? പ്രജീഷ്, SSLC കണക്ക് ശാസ്ത്ര പരീക്ഷകളിലെ ചോദ്യപേപ്പർ വീഴ്ചയിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് നേരത്തെ തന്നെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി റിപ്പോർട്ട് നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഉഷ ടൈറ്റൽ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് കൈമാറിയത്. ഈ റിപ്പോർട്ട് തുടർന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് സംഭവം വിജിലൻസ് അന്വേഷണത്തിന് വിടാൻ നിലവിൽ ഇപ്പോൾ ഉത്തരവായിരിക്കുന്നത്. പ്രധാനമായും ഇതിന് പിന്നിൽ ഗൂഢാലോചന അന്വേഷിക്കണം എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ചും ചോദ്യപേപ്പർ തയ്യാറാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള സ്വകാര്യത അത് ഉണ്ടായിരുന്നു എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നും അവർ ആവശ്യപ്പെട്ടിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അന്വേഷണം വിജിലൻസിന് വിടാനായി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലൊരു വിവാദം ഉയർന്ന പശ്ചാത്തലത്തിൽ കണക്ക് പരീക്ഷ റദ്ദാക്കുകയും തുടർന്ന് വീണ്ടും നടത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇതിനോടനുബന്ധിച്ച് സ്വകാര്യ ട്യൂഷൻ സെന്ററുകൾക്ക് പ്രത്യേകിച്ചും അധ്യാപകർ സ്വകാര്യ ട്യൂഷൻ എടുക്കുന്നതിന് സർക്കാർ നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ലംഘിച്ചുകൊണ്ട് ഏതെങ്കിലും അധ്യാപകർ ട്യൂഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ കർശന നടപടിയെടുക്കാനും ഉത്തരവായിട്ടുണ്ട്. സജീഷ്. ശരി ഷീജ. ഹണി ട്രാപ്പ് വിവാദത്തിൽ പരാതിക്കാരിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തി. കഴിഞ്ഞ ദിവസമാണ് കേസിൽ ചാനൽ മേധാവി അജിത് കുമാർ അടക്കം 9 പേർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത് വരും ദിവസങ്ങളിലാകും പ്രതികളുടെ ചോദ്യം ചെയ്യൽ നടക്കുക. കഴിഞ്ഞ ദിവസമാണ് മുൻമന്ത്രി AK ശശീന്ദ്രനെ കുടുക്കിയ ഹണി ട്രാപ്പ് കേസിൽ പ്രത്യേക അന്വേഷണ സംഘം FIR രജിസ്റ്റർ ചെയ്തത്. പരാതിക്കാരിൽ ഒരാളായ അഭിഭാഷകയിൽ നിന്നും സംഘം മൊഴിയെടുത്തിരുന്നു. ഇന്നും മറ്റു പരാതിക്കാരിൽ നിന്നും മൊഴിയെടുക്കൽ തുടരും. സംഘം ചാനൽ മേധാവി അജിത് കുമാർ അടക്കം 9 പേർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരിക്കുന്നത്. വരും ദിവസങ്ങളിലാകും പ്രതികളുടെ ചോദ്യം ചെയ്യൽ.
അജിത് കുമാറിന് പുറമെ എഡിറ്റോറിയൽ ടീം അംഗങ്ങൾ, വാർത്താ അവതാരകർ, ഹണി ട്രാപ്പിൽ പങ്കാളിയായ മാധ്യമപ്രവർത്തക എന്നിവരും പ്രതിപ്പട്ടികയിലുണ്ട്. ഗൂഢാലോചന, IT നിയമം, ദൃശ്യമാധ്യമ ദുരുപയോഗം എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. വ്യാജരേഖ ചമയ്ക്കലും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഇതിലും കേസെടുക്കുമെന്നാണ് സൂചന. ക്രൈംബ്രാഞ്ച് IG ദിനേശ് കശ്യപിന്റെ മേൽനോട്ടത്തിൽ ഹൈടെക് സെൽ ഡിവൈഎസ്പി ബിജുമോന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസന്വേഷിക്കുന്നത്. ലഭിച്ച പരാതികളിൽ വിശദമായ പരിശോധന നടത്തി അടിയന്തരമായി തുടർ നടപടികൾ സ്വീകരിക്കാനാണ് അന്വേഷണ സംഘത്തിനുള്ള സർക്കാർ നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കളങ്കിത മാധ്യമപ്രവർത്തനം നടത്തിയ മംഗളം ടെലിവിഷനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. മംഗളത്തിന്റെ കൊച്ചിയിലെ ഓഫീസിലേക്ക് മാധ്യമപ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ച് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഉദ്ഘാടനം ചെയ്തു. മംഗളം ചാനലിനെതിരെ തിരുവനന്തപുരത്തും കോഴിക്കോടും കഴിഞ്ഞ ദിവസം നടന്നതിന്റെ തുടർച്ചയായാണ് കൊച്ചിയിലും പ്രതിഷേധം നടന്നത്. വൈറ്റില ജംഗ്ഷനിലെ ഓഫീസ് മാധ്യമപ്രവർത്തകർ ഉപരോധിച്ചു. മാധ്യമപ്രവർത്തനത്തിന് അന്ത്യം കുറിക്കുന്ന നിലപാടായിരുന്നു മംഗളം സ്വീകരിച്ചതെന്ന് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു. കേരളത്തിലെ ഉത്തമമായ സദാചാരപരമായ മാധ്യമപ്രവർത്തനം അസാധ്യമാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നു. മംഗളം മനസ്സിലാക്കേണ്ടത്, അജിത് കുമാർ ആയാലും ആരായാലും മനസ്സിലാക്കേണ്ടത്, അവരെക്കാൾ വലിയവർ ഇത്തരം തെറ്റുകളിൽ, ഇത്തരം കെണികളിൽ അകപ്പെട്ട് ഇല്ലാതായി പോയിട്ടുണ്ട്. ടെലിഫോൺ ടാപ്പിംഗ്, പ്രൈവസി വയലേഷൻ, അതെല്ലാം ഗുരുതരമായ വീഴ്ചകൾ തന്നെയാണ്, ശിക്ഷ കിട്ടുന്ന ക്രിമിനൽ കുറ്റങ്ങളാണ് എന്ന് പലയിടത്തും തെളിഞ്ഞു കഴിഞ്ഞു. പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കോൺഗ്രസിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് ലീഗ് SDP വെൽഫെയർ പാർട്ടികളുമായി കൂട്ടുകെട്ട് ഉണ്ടാക്കിയതെന്ന് LDF മലപ്പുറം. ഉപതെരഞ്ഞെടുപ്പിൽ സംസ്ഥാന ഭരണവും വിലയിരുത്തുമെന്ന കോടിയുടെ പ്രസ്താവനയിൽ തെറ്റില്ലെന്നും LDF നേതാക്കൾ മലപ്പുറത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മലപ്പുറത്ത് വർഗീയ ധ്രുവീകരണത്തിനുള്ള തീവ്രമായ ശ്രമം നടക്കുന്നതായാണ് LDF വിലയിരുത്തൽ. ലീഗിന്റെ SDPI വെൽഫെയർ പാർട്ടി ബന്ധം ഇതിന് തെളിവാണ്. കോൺഗ്രസിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് ആപത്കരമായ ഈ കൂട്ടുകെട്ടിന് ലീഗ് തയ്യാറായതെന്നും CPIM കേന്ദ്ര കമ്മിറ്റി അംഗം A. വിജയരാഘവൻ പറഞ്ഞു. മുസ്ലിം തീവ്രവാദ സംഘടനകളിൽ നിന്നും മുസ്ലിം മതമൗലികതാവാദികളിൽ നിന്നും ലഭ്യമാക്കുക എന്ന ഈ നിലപാട് കോൺഗ്രസിലുള്ളവരുടെ വിശ്വാസരാഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ വ്യക്തമാക്കപ്പെടേണ്ട ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഇതുവരെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ലീഗ് കുഞ്ഞാലിക്കുട്ടിയൊന്നും ഈ SDPIയും പിന്നെ വെൽഫെയർ പാർട്ടിയും അവർക്ക് നൽകുന്ന പിന്തുണയോടുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. ഇതുപയോഗിച്ച് BJP തീവ്രവർഗീയതയാണ് മലപ്പുറത്ത് പ്രചരിപ്പിക്കുന്നത്. ലീഗുമായി LDF ഒത്തുതീർപ്പുണ്ടാക്കിയെന്ന BJP പ്രചാരണം ലീഗിനെ സഹായിക്കാനാണ്. വികസനവും RSS നിലപാടും ചർച്ച ചെയ്യാതിരിക്കാനുള്ള ബോധപൂർവമായ ശ്രമം UDF നടത്തുന്നു. തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന ഭരണവും വിലയിരുത്തുമെന്ന കോടിയുടെ നിലപാടിൽ മാറ്റമില്ലെന്നും വിജയരാഘവൻ വ്യക്തമാക്കി. തോൽക്കാത്ത ലീഗ് നേതാക്കൾ മലപ്പുറത്തില്ല. കുഞ്ഞാലിക്കുട്ടിയുടെ നോമിനേഷൻ പ്രശ്നത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമപരമായ ഇടപെടൽ നടത്തുമെന്നും LDF നേതാക്കൾ അറിയിച്ചു. മലപ്പുറത്തിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ വോട്ടർമാർ തയ്യാറാവണമെന്നും LDF നേതാക്കൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. മലപ്പുറത്ത് രണ്ടാം ഘട്ട പ്രചരണത്തിൽ മുന്നണി നേതാക്കളും മന്ത്രിമാരും മണ്ഡലത്തിൽ എത്തി പരമാവധി വോട്ടുറപ്പിക്കുകയാണ്. മന്ത്രിമാരായ MM മണി, KT ജലീൽ, UDFിന് വേണ്ടി ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല തുടങ്ങിയവരും NDAക്ക് വേണ്ടി കുമ്മനം രാജശേഖരനും ഇന്ന് പ്രചാരണത്തിനിറങ്ങി. സ്ഥാനാർത്ഥി പര്യടനങ്ങൾ പൂർത്തിയായതോടെ നേതാക്കളുടെ തിരക്കാണ് മണ്ഡലത്തിൽ. പാർട്ടി പ്രവർത്തകരെയും വോട്ടർമാരെയും പ്രചാരണ യോഗങ്ങളിലും റാലികളിലും അണിനിരത്തി തെരഞ്ഞെടുപ്പ് ചൂട് കൂട്ടുന്നു. ഇടതുമുന്നണിക്ക് വോട്ടഭ്യർത്ഥിക്കാൻ 2 മന്ത്രിമാർ മലപ്പുറത്തുണ്ട്. മന്ത്രി MM മണി മങ്കട മണ്ഡലത്തിലും KT ജലീൽ പെരിന്തൽമണ്ണ മണ്ഡലത്തിലും LDF പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുക്കും. മന്ത്രി G. സുധാകരൻ, NCP അധ്യക്ഷൻ ഉഴവൂർ വിജയൻ തുടങ്ങിയവർ നാളെ എത്തും. ഇന്ന് മലപ്പുറം മണ്ഡലത്തിലാണ് MB ഫൈസലിന്റെ പര്യടനം. UDFിനായി രമേശ് ചെന്നിത്തല, MM ഹസൻ, ഉമ്മൻചാണ്ടി തുടങ്ങിയവർ ഇന്നും മണ്ഡലത്തിലുണ്ടാവും. BJP അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ NDA പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. വേങ്ങര മണ്ഡലത്തിലാണ് NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ശ്രീപ്രകാശ് വോട്ട് തേടുന്നത്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. വടകര താഴത്തങ്ങാടിയിൽ ലീഗിൽ നിന്നും കൂട്ടരാജി. 50ഓളം പേരാണ് ലീഗ് വിട്ട് CPIയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായ താഴങ്ങാടിയിലാണ് 50ഓളം പേർ ലീഗിൽ നിന്നും രാജിവെച്ചത്. മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായ താഴങ്ങാടിയിലാണ് 50ഓളം പ്രവർത്തകർ ലീഗിൽ നിന്നും രാജിവെച്ചത്. യൂത്ത് ലീഗിന്റെ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരാണ് ലീഗ് വിട്ടത്. ഇവർ CPIഎമ്മുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു.
വടകരയിൽ നടന്ന CPIM പൊതുയോഗത്തിൽ ലീഗ് വിട്ടവർക്ക് സ്വീകരണം നൽകി. CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ മാസ്റ്റർ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അതിനിടെ സ്വീകരണ ചടങ്ങ് കഴിഞ്ഞ് മടങ്ങും വഴി CPM പ്രവർത്തകരെ മുസ്ലിം ലീഗ് പ്രവർത്തകർ ആക്രമിച്ചു. അക്രമത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. ലീഗിൽ നിന്നും രാജിവെച്ച ഷംസുദ്ദീൻ, സുനീർ, അനസ്, സാജിദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെ നീക്കിയത് സ്വാഗതം ചെയ്യുന്നുവെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി. അഴിമതിക്കാരനെ വിജിലൻസ് ഡയറക്ടറായി കൊണ്ടുനടന്നതിന് മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും സമിതി ആവശ്യപ്പെട്ടു. ഉമ്മൻചാണ്ടി, VM സുധീരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, PC ചാക്കോ, PJ കുര്യൻ തുടങ്ങിയവർ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പങ്കെടുത്തില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവലോകനം ചെയ്യാനാണ് രാഷ്ട്രീയകാര്യ സമിതി മലപ്പുറത്ത് ചേർന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും യോഗം ചർച്ച ചെയ്തു. വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ജേക്കബ് തോമസിനെ നീക്കിയത് സ്വാഗതം ചെയ്യുന്നുവെന്ന് യോഗത്തിന് ശേഷം KPCC പ്രസിഡന്റ് MM ഹസൻ പറഞ്ഞു. അതുകൊണ്ട് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി വളരെ കുറ്റകരമായിട്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചത്. പ്രതികളെ രക്ഷിക്കാൻ അധികാര പരിധിയിലില്ലാത്ത വിജിലൻസ് ഒരു അന്വേഷണം നടത്തുക, ആ അന്വേഷണ റിപ്പോർട്ട് വാങ്ങിവെച്ച് മൗനം പാലിക്കുക, ജിഷ കേസിനെ വഴിതിരിച്ചുവിടുന്നതിൽ അന്വേഷണം വഴിതിരിച്ചുവിടാൻ പ്രതികളെ രക്ഷിക്കാൻ വിജിലൻസ് ഡയറക്ടർ നടത്തിയ ശ്രമത്തെ മുഖ്യമന്ത്രി പരോക്ഷമായി സഹായിച്ചു എന്ന് ഞങ്ങൾ ആരോപിക്കുക. MM ഹസൻ KPCC അധ്യക്ഷനായതിനു ശേഷമുള്ള ആദ്യ യോഗമാണ് മലപ്പുറത്ത് നടന്നത്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. പാർട്ടിയിലേക്ക് തിരിച്ചു വരാനുള്ള മലപ്പുറം DCC നേതൃത്വത്തിന്റെ നിലപാട് തള്ളി കൊണ്ടോട്ടിയിലെ കോൺഗ്രസ് വിമതർ. ലീഗുമായുള്ള അഭിപ്രായ ഭിന്നത പരിഹരിക്കാതെ തിരിച്ചുവരവില്ലെന്ന് വിമത നേതൃത്വം. ലീഗ് അപ്രമാദിത്വം ചോദ്യം ചെയ്താണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFുമായി സഹകരിച്ച് കൊണ്ടോട്ടിയിൽ വികസന മുന്നണി രൂപം കൊണ്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് സ്വീകരിച്ച നിലപാട് ആവർത്തിക്കുകയാണ് കൊണ്ടോട്ടിയിലെ കോൺഗ്രസ് വിമതർ. തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ മാത്രമാണ് DCC നേതൃത്വം അനുരഞ്ജന ശ്രമവുമായി ഇവരെ സമീപിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നിലപാട് മാറ്റം ആവശ്യമില്ലെന്ന് കൊണ്ടോട്ടി മണ്ഡലം കോൺഗ്രസ് മുൻ പ്രസിഡന്റും നഗരസഭാ കൌൺസിലറുമായ ചുക്കാൻ ബിച്ചു വ്യക്തമാക്കി. DCC പ്രസിഡന്റ് ഇങ്ങനെ വെൽക്കം ചെയ്താണ് സ്ഥാനമാനങ്ങൾ ഒഴിവാക്കിയിട്ട് വരണമെന്ന്. അത് സ്ഥാനമാനങ്ങൾ ഞങ്ങളൊക്കെ ആദ്യം സസ്പെൻഡ് ചെയ്തില്ലേ പാർട്ടി സ്ഥാനമാനങ്ങൾ. പിന്നെ ഇപ്പോൾ എന്ത് സ്ഥാനമാനം ഒഴിവാക്കേണ്ടത്? ജനങ്ങൾ തന്ന സ്ഥാനമാനം അത്ര പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റില്ല. നേതാക്കൾ UDF സംവിധാനവുമായി സഹകരിക്കുന്നുണ്ടെങ്കിലും അണികളിൽ ലീഗിനോടുള്ള അതൃപ്തി നിലനിൽക്കുന്നുണ്ട്. ഞങ്ങൾ എന്തുകൊണ്ട് ലീഗുമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, പിന്നെ ഇതേമാതിരി വികസന മുന്നണിക്ക് മത്സരിച്ചു, അതിന് കാരണമായ അടിസ്ഥാന പ്രശ്നം പരിഹരിച്ചിട്ടില്ല. കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിലെ ലീഗ് നേതൃത്വം, പ്രാദേശിക നേതൃത്വം ഞങ്ങളോട് കാണിക്കുന്ന ആ ഒരു ചിറ്റമ്മ നയമുണ്ട്. അതുമായിട്ട് ജോയിൻ ചെയ്ത് കോൺഗ്രസിൽ പോകാൻ പറ്റില്ല. അതിന് കോൺഗ്രസിൽ ഇവിടെ ഒന്നോടെങ്കിലും ഒറ്റക്കെട്ട ഒരു എന്താ പറയുക ഒന്നുപോലും അതിന് മാറ്റമില്ല. കൊണ്ടോട്ടി നഗരസഭ കൂടാതെ വാഴക്കാട് ഗ്രാമപഞ്ചായത്തിലും വികസന മുന്നണിയാണ് ഭരണത്തിൽ. മുതുവല്ലൂർ ഗ്രാമപഞ്ചായത്തിലും ലീഗ് കോൺഗ്രസ് തർക്കം നിലനിൽക്കുന്നു. അണികൾക്കിടയിൽ നിലനിൽക്കുന്ന അഭിപ്രായ ഭിന്നത ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ ആർക്കനുകൂലമാകുമെന്ന് കാത്തിരുന്നു കാണാം. കൊണ്ടോട്ടിയിൽ നിന്നും AK ലതീഷ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട തടാകം വറ്റി വരളുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ തടാകത്തിന്റെ 27% കരപ്രദേശമായി മാറിയതെന്ന് പഠന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. കടുത്ത വരൾച്ച കാരണം ശാസ്താംകോട്ട തടാകത്തിൽ നിന്നും കൊല്ലം ജില്ലയിലേക്കുള്ള കുടിവെള്ള പമ്പിംഗ് ഭാഗികമായി നിർത്തിവെച്ചു. ആസന്നമായ മരണം കാത്തുകിടക്കുകയാണ് ശാസ്താംകോട്ട ശുദ്ധജല തടാകം. ശാസ്താംകോട്ട, പടിഞ്ഞാറേക്കരട, മൈനാഗപ്പള്ളി പഞ്ചായത്തുകളിലായി 20 കിലോമീറ്റർ വ്യാപിച്ചു കിടന്നിരുന്ന തടാകം ഇന്ന് കൺവട്ടത്ത് ഒതുങ്ങി. തിളയ്ക്കുന്ന വേനൽ കാരണം തടാകക്കര വിണ്ടുകീറി. ഒരു കാലത്ത് പടിക്കെട്ടിന്റെ മുകളറ്റം തട്ടി നിന്നിരുന്നു കായൽ വെള്ളം, അതായത് തറനിരപ്പിൽ നിന്നും ഏകദേശം 2 ആൾ പൊക്കം വരെ. കൊടും വേനലിനൊപ്പം മണലൂറ്റും ചെളിയെടുപ്പും കൂടിയായതോടെ കായൽ അതിവേഗം വരളുന്നു. കടുത്ത വേനൽ ആയതോടുകൂടി കായലിന്റെ ജലനിരപ്പ് -2 വീതം താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ പോലും ശാസ്താംകോട്ട കായലിന്റെ പേര് പരാമർശിച്ചല്ലാതെ കായൽ സംരക്ഷണത്തിനായി യാതൊരു തുകകളും പ്രഖ്യാപിച്ചിട്ടില്ല. കായൽ സംരക്ഷണം നടപ്പാക്കും എന്ന് പറയുന്ന അധികാരികൾ ഇതുവരെ തന്നെ കായൽ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് യാതൊരു പദ്ധതികളും തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കഴിഞ്ഞ വർഷത്തെ ഗൂഗിൾ മാപ്പ് 2011 നിന്നും 2016 എത്തിയപ്പോൾ കായൽ 27% കുറഞ്ഞു. ജലസേചന വകുപ്പിന്റെ കണക്ക് പ്രകാരം ദിവസേന 3 കോടി ലിറ്റർ വെള്ളമാണ് ശാസ്താംകോട്ട തടാകത്തിൽ നിന്നും കൊല്ലം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ചിരുന്നത്.
ഇന്നതിന്റെ നേർപകുതിയായി ചെറുമരങ്ങളും മറ്റും വെച്ചുപിടിപ്പിച്ച് തടാക സംരക്ഷണത്തിനുള്ള ശ്രമങ്ങളും ഒരു ഭാഗത്ത് നടക്കുന്നു. അതേസമയം തടാക സംരക്ഷണത്തിനുള്ള കേന്ദ്ര പദ്ധതികൾ ഇപ്പോഴും ഫയലിൽ ഉറങ്ങുന്നു. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം.